അപ്പോൾ നേരെ എന്താണ് ഇന്നത്തെ കണ്ടീഷൻ? മെജോറിറ്റി പത്രത്തിലാണെങ്കിലും പത്രം തുറന്നപ്പോൾ തന്നെ ഫസ്റ്റ് പേജിൽ എങ്ങാണ്ടും ഉണ്ട് മാർക്കറ്റ് നിഫ്റ്റി പുതിയ തലങ്ങളിലേക്ക് യാത്രയാവുന്നു. ചാർട്ട് എന്ത് പറയുന്നു അത് മാത്രമേ ഞാൻ കഴിഞ്ഞ 3-3.5 വർഷമായിട്ട് ഫോളോ ചെയ്യാറുള്ളൂ. മാർക്കറ്റിൻ്റെ ട്രെൻഡ് നിൽക്കുന്നത് ഹൈയിലേക്കാണ്. ഇപ്പോൾ ഈ ഒരു 25,770 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 25,745 25,680 ഉള്ള ഫാള് ഞാൻ തീർത്തും പ്രതീക്ഷിക്കുന്നുണ്ട്. 30 മിനിറ്റിൽ RSI ഓൾറെഡി ഡൗൺ സൈഡ് നിൽക്കുന്നുണ്ട്. RSI ഗ്രീനിലേക്ക് കയറാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്, ഗ്രീനിലേക്ക് കയറിയിട്ടില്ല. പിന്നെ 1 അവറിൽ RSIയിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. SMA താഴെയാണ് നിൽക്കുന്നത്. അതേപോലെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ അതൊരു ഇത്തിരി വീക്കായിട്ടുള്ള വോളിയം ഉണ്ടെങ്കിലും ഒരു മാഗ്നറ്റിക് പവറുള്ള ക്യാൻഡിലാണ്. 237 228 210 മാർക്കറ്റ് ഫാളാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ഞാൻ കൂടുതലും പിയിലാണ് ലെവലുകൾ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഈ 205 താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ അത്രോളം കാലം, അല്ലെങ്കിൽ ക്ലോസ് ചെയ്താലും അവിടെ നിന്ന് തിരിച്ച് റിവേഴ്സ് മാർക്കറ്റ് മൂവ് ചെയ്താൽ 205 മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ 211 ഒരു ഗ്യാപ്പ് ഫില്ലിങ് ഞാൻ ഫോക്കസ് ചെയ്യും. പിന്നെ അവിടുത്തെ റിജക്ഷന് ശേഷമുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 227 241 249 280 ഇതൊക്കെയാണ് മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്ന പിയുടെ ഏരിയാസ്. അപ്പം ഞാൻ മെജോറിറ്റി പിയിലേക്കാണ് എൻ്റെ മൈൻഡ് കിടക്കുന്നത്. 327 219 289 ഒക്കെ മാർക്കറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തു. ഇനി ഒരു സ്ഥലം കൂടെ മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ളൂ, 344. ഓക്കെ, മാർക്കറ്റ് 344 ആയിട്ടുണ്ട്.